PC ജോർജിനെ കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് പ്രാധാന്യം വരിക? താങ്കളുടെ അഭിപ്രായം എന്താണ്? നമ്മള് ഇന്നലെ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ അതിൽ നമ്മൾ ജില്ല തിരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളതിൽ പറയാൻ പോണ പക്ഷേ കോട്ടയം, ഇടുക്കി, കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിലാണ് ഒരു 1-2% വോട്ടുകൾ ചില മണ്ഡലങ്ങൾ സ്വാധീനിക്കാൻ പറ്റുന്നുള്ള ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞത്. അത് വരുമ്പോൾ തന്നെ അത് UDF-ന്റെ സാധ്യതകളെ അത് ബാധിക്കുന്നു എന്നൊരു പോയിന്റിൽ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വിശദമായിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതിനെ പറ്റിയാണ്. ഓക്കെ, ഞാനത് എന്താ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ കേരളത്തിലെ 14 ജില്ലയിൽ ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, തൃശ്ശൂർ, ഇടുക്കി, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലാണ് ശരി UDF-ന് PC ജോർജ് വിഷയമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ LDF-ന് ഒരു നോർമലി ഒരു 37% വോട്ട്, UDF-ന് 35% വോട്ടുകൾ, അതിന് 2% വോട്ട് UDF-ന് കുറവാണ്. അപ്പോൾ അവിടെ PC ജോർജിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു 1-2% വോട്ട് കൂടി കുറവ് സംഭവിക്കുകയാണെങ്കിൽ BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് UDF-ന് സീറ്റ് കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു അവസ്ഥയാണ് തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ ഉള്ള സാധ്യത ഇല്ലാതാവും എന്നുള്ളതാണ് അതിൻ്റെ തൃശ്ശൂരത്തെ അവസ്ഥ വെച്ചിട്ട്. ഇടുക്കിയിൽ LDF-ന് ഒരു 36% വോട്ടും UDF-ന് 40% വോട്ടാണുള്ളത്. BJP-ക്ക് 19% വോട്ടാണ് നിലവിലുള്ള അവസ്ഥ. അപ്പോൾ 36-44% വോട്ട് UDF-ന് അധികമാണ് ഇടുക്കിയിൽ. ആ ഇടുക്കി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസ്, അതുപോലെ ഇടുക്കി അതെ, കോട്ടയം അതെ, ഈ 2 ജില്ലയിലും LDF-ന് ഒരു 36% വോട്ട്, UDF-ന് 40% വോട്ട്. അപ്പോൾ 4% വോട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF-ന് LDF-നേക്കാളും കൂടുതലുള്ളതെന്ന്. ആ ജില്ലകളിൽ PC ജോർജായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിൽ UDF-ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാൻസുള്ള വോട്ടുകൾ ചെയ്യപ്പെടാതെ ഇരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന സീറ്റുകൾ കുറവ് വരും എന്നുള്ളതാണ് കാരണം. അപ്പോൾ ആ 2 ജില്ല ഇപ്പം മനസ്സിലായി, നമ്മൾ ഇടുക്കിയും കോട്ടയം. കൊല്ലത്തിൽ LDF-ന് 38% വോട്ടാണുള്ളത്, ഈ UDF-ന് 37% വോട്ട്, മറ്റേ 24% വോട്ടാണ് BJP-ക്ക് വരിക. അവിടെ 1% വോട്ടാണ് LDF-ന് അധികമുള്ളത്. ആ 37% വോട്ടിൽ നിന്ന് 1-2% വോട്ട് കുറയുകയാണെങ്കിൽ അവിടെയും UDF-ന്റെ സാധ്യതകളോടെ മങ്ങിപ്പോകുന്നു. തിരുവനന്തപുരം ജില്ലയിൽ LDF-ന് 37%, UDF-ന് 31%, BJP-ക്ക് 28% വോട്ട്. അപ്പോൾ അവിടെ 31% വോട്ട് നിലവിലുള്ള UDF-ന്. അതിൽ നിന്ന് 1-2% വോട്ടിലൊരു ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ UDF-ന്റെ എല്ലാ സീറ്റുകളും ചിലപ്പോൾ പ്രശ്നമായി മാറാമെന്ന്. പത്തനംതിട്ടയിൽ LDF-ന് UDF-ന് 37% സീറ്റ് വോട്ടാണുള്ളത്, BJP-ക്ക് 20% വോട്ടാണുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഈ 37% വോട്ടിൽ നിന്ന് 1-2% വോട്ടിലൊരു ഷിഫ്റ്റ് വന്നാൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയും ഈ പറഞ്ഞ പോലെ UDF-ന്റെ പ്രതീക്ഷകൾ പോകുന്നു. പിന്നെ ബാക്കിയുള്ള ജില്ലകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് ജില്ല, വയനാട് ജില്ല, മലപ്പുറം ജില്ല, എറണാകുളം, ഈ 4 ജില്ലയാണ് UDF-ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ ഒരു 42% വോട്ടും, കാരണം ഇപ്പോഴത്തെ ന്യൂനപക്ഷ വോട്ടുകൾ UDF-ലേക്ക് കേന്ദ്രീകരിക്കുന്ന സാധ്യത വെച്ചാണ് നമ്മൾ ഈ പറയുന്നത്. കാരണം മനസ്സിലായി, ആ ഒരു കോഴിക്കോട് ജില്ലയിലത്തെ പൊസിഷൻ, വയനാട്, മലപ്പുറം, അതുപോലെ എറണാകുളത്ത് 35% LDF-ന്, 50% UDF-ന് ആയതുകൊണ്ട് അവിടെ ഒരു ചെറിയ വോട്ടിംഗ് പെർസെൻറ്റേജ് മാറിയാലും കാര്യമായിട്ട് മാറ്റം വരില്ലെന്ന്. അല്ല, മലപ്പുറത്തും കാര്യമായിട്ട് മാറ്റം വരാൻ പോകില്ല, വയനാടും കാര്യമായിട്ട് മാറ്റം വരാൻ പോകില്ല. അപ്പോൾ ഈ 4 ജില്ലയിൽ എന്ന് പറഞ്ഞൊരു 46 മണ്ഡലത്തിൽ ഒരു 35 സീറ്റാണ് പരമാവധി അത് നമ്മൾ ഈ പറയുന്നത് അവിടുത്തെ എല്ലാ സീറ്റുകളും അല്ല, മാക്സിമം കിട്ടുകയാണെങ്കിൽ ആ ഒരു സാധ്യത ഉണ്ടെന്ന്. പക്ഷെ ബാക്കി വരുന്ന തൃശ്ശൂർ, ഇടുക്കി, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കാസർഗോഡ്, പാലക്കാട്, കണ്ണൂർ ജില്ലയിൽ 94 സീറ്റ് ഉണ്ടെന്ന്. ഈ 94 സീറ്റിൽ നിന്ന് ഒരു 30 സീറ്റ് UDF-ന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവുള്ള പോലെയാണ് കാണുന്നത് നമ്മൾ ഓരോ എടുത്തു നോക്കി കഴിഞ്ഞാൽ. അപ്പം നമുക്ക് തൃശ്ശൂര് നമ്മൾ ആലോചിച്ചറിയാമെന്ന്, വിരലെണ്ണാവുന്ന സീറ്റിന് സാധ്യതയുള്ളൂ. ഇടുക്കി, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കാസർഗോഡ്, പാലക്കാട്, കണ്ണൂർ, ഈ ജില്ലകളിൽ നിന്ന് എല്ലാം കൂടി പരമാവധി ഒരു 35ലേക്ക് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ആ ഒരു അവസ്ഥ, ആ ഒരു സാഹചര്യമാണ് PC ജോർജിൻ്റെ നിലപാട് ആയി ബന്ധപ്പെട്ട് പുതിയ വിവാദങ്ങളിൽ സംജാതമായിട്ടെന്ന് പറഞ്ഞു.
വെച്ചുകഴിഞ്ഞാൽ ഈ UDF ചെയ്തുകൊണ്ടിരുന്ന വോട്ട് LDF പോകുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നില്ലാണ്. പക്ഷെ UDF കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ ചെയ്യാതിരിക്കുകയാണ്. ഒരു പക്ഷെ അത് BJP തന്നെ ഷിഫ്റ്റ് ചെയ്യാം. ആ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് UDF സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു എന്ന് ഉദ്ദേശിച്ച്. പിന്നെ പലരും നമ്മൾ എന്താ പറയുക, കോഴിക്കോട് UDF അല്ലെങ്കിൽ മലപ്പുറം എറണാകുളത്ത് നമ്മൾ എല്ലാ സീറ്റും കിട്ടുന്നല്ല പറഞ്ഞത്. ഇനി പരമാവധി ന്യൂനപക്ഷ വോട്ടുകളെല്ലാം ഏകീകരിച്ച് വരികയാണെങ്കിൽ ഒരു പക്ഷേ ഭൂരിപക്ഷം ഒരു പ്രത്യേക ഒരു തരംഗം ആ ജില്ലകളിൽ സംഭവിച്ചിട്ടൊരു സാധ്യത ഉണ്ടെന്ന്. അപ്പം അങ്ങനെയൊക്കെ സാധ്യത വന്നാലും ഈ ഒരു 70 സീറ്റിൻ്റെ അവിടേക്ക് വരാനുള്ള സാധ്യത ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വർത്തമാന കാലങ്ങളുടെ സാഹചര്യം നിലനിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ UDF ഒറ്റക്കെട്ടായി നിന്ന് അനൈക്യമില്ലാതെ പോയി എന്താ പറയുക, സീറ്റുകൾ പങ്കുവയ്ക്കുന്ന സമയത്ത് തർക്കങ്ങളില്ലാതിരിക്കുക, ഗ്രൂപ്പിൻ്റെ വിഷയങ്ങളില്ലാതിരിക്കുക. പിന്നെ സാമുദായിക സംഘടനകൾ ഇപ്പം നമുക്കറിയാം, ശോഭമായിട്ട് SNDP പരസ്യമായിട്ട് UDF അനുകൂലമുള്ളൊരു നിലപാടല്ല അവരുടെ നിലപാട്. അവർ ഇടതുപക്ഷത്തിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. BDS ചാൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബാക്കി പല മണ്ഡലങ്ങളും SNDPയുടെ പിന്തുണ LDF അനുകൂലമായിട്ടാണ് ചാൻസ്. പിന്നെ ബാക്കി ഉയർന്ന കാസ്റ്റിൽ വോട്ടാണ് സാധ്യത. ഉയർന്ന കാസ്റ്റിലുള്ള വോട്ടുകൾ ഭൂരിഭാഗം BJP ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നൊരു അവസ്ഥയാണ് വർത്തമാന കാലഘട്ടത്തിലുള്ളത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ മുതൽ തെക്കോട്ടുള്ള ന്യൂനപക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ വോട്ടുകളല്ലാത്ത വോട്ടുകളാണെങ്കിൽ മുസ്ലിം ലീഗിന് കാര്യമായിട്ട് സ്ട്രെങ്ത് ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സംഘടനകൾക്കാണ് ആധിപത്യം നിൽക്കുന്നത്. ആ സംഘടനകൾ ഒരിക്കലും UDF വോട്ട് ചെയ്യുന്ന സംഘടനകളല്ലാണ്. അവർ UDF വോട്ട് ചെയ്യുകയാണെങ്കിൽ ചെക്ക് വെച്ചിട്ടാണ് വോട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് UDF അത് ബെനിഫിറ്റ് ആവണമെന്നില്ല, ദോഷമായിട്ടും. ആ സംഘടനകൾ പിന്തുണ കിട്ടിയ ഒരു പക്ഷേ UDF ഉള്ള വോട്ടും ചിലപ്പോൾ ഇല്ലാണ്ടാവേണ്ട അവസ്ഥയിൽ വന്നു. അവർ പരസ്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അജണ്ട നടപ്പിലാക്കേണ്ട രീതിയിലാണ് അവരുടെ വർക്ക് വരികയാണ്. മുസ്ലിം ലീഗ് പോലെയല്ല മറ്റ് സംഘടനകൾ. അപ്പം അതുകൊണ്ട് UDF സംബന്ധിച്ചിടത്തോളം PC ജോർജുമായി ബന്ധപ്പെട്ട വിഷയം, അല്ലെങ്കിൽ അതിൽ UDFും കോൺഗ്രസും മുസ്ലിം ലീഗും എന്താ പറയുക, മത തീവ്രവാദത്തെയും മയക്കുമരുന്ന് വിഷയവുമായി ബന്ധപ്പെട്ട കേസിൽ ശക്തമായ നിലപാടെടുത്ത് എന്താ പറയുക കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീനെയും മുസ്ലിം കമ്മ്യൂണിറ്റീനെയും ഹിന്ദു കമ്മ്യൂണിറ്റീനെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന നയം കോൺഗ്രസും മുസ്ലിം ലീഗ് എടുക്കുകയാണെങ്കിൽ മാത്രമാണ് സ്വാഭാവികമായിട്ട് UDF ഒരു സാധ്യത ഉള്ളൂ. അങ്ങനൊരു സാധ്യത ഇല്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് UDF എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. UDF വരുന്നില്ല എന്ന് പറയുന്നില്ല. നമ്മൾ ഓരോ ദിവസത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് നമ്മൾ കടയിൽ വരുന്ന ആളുകൾ, പല സ്ഥലത്തു നിന്നും പല ഭാഗത്തു നിന്നും നമ്മളായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ, ചരക്ക് തരുന്ന ആളുകൾ, നമ്മൾ സപ്ലൈ ചെയ്യുന്ന ആളുകൾ, സെയിൽസ്മാൻമാർ, ഇത്തരം ആളുകളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഓരോ വാക്കുകളിൽ കൂടി വരുന്ന ഒരു റീഡിങ് വെച്ചാണ് നമ്മളിത് പറയുന്നത്. എൻ്റെ മാത്രം അഭിപ്രായമായിട്ടല്ല അത് പറയുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ എതിർക്കാനോ അനുകൂലിക്കാനല്ല. വസ്തുതകൾ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നു. നിങ്ങൾ ആരും ഇത് അംഗീകരിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. ഓക്കെ.